ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇനി കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. 18ാം നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക അവസ്ഥ എന്തായിരുന്നു, ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്ത് പറയാനുള്ളത്. 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അനേകം ജന്മി പ്രമാണിമാരുടെയും രാജാക്കന്മാരുടെയും ഇടയിൽ കേരളം വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 4 രാജ്യങ്ങൾ കോഴിക്കോടും ചിറക്കലും കൊച്ചിയും തിരുവിതാംകൂറുമായിരുന്നു. സാമൂതിരിയുടെ കീഴിലുള്ള കോഴിക്കോടും ചിറക്കലും കൊച്ചിയും തിരുവിതാംകൂറുമായിരുന്നു പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, 4 രാജ്യങ്ങൾ. അപ്പം മാർത്താണ്ഡവർമ്മയ്ക്ക് കീഴിൽ 1729 ശേഷം തിരുവിതാംകൂർ രാജ്യം പ്രാമുഖ്യത്തിലേക്ക് ഉയർന്നു. അപ്പോൾ 18ാം നൂറ്റാണ്ടിലെ പ്രാമാണിക രാജ്യതന്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ. അപ്പോൾ 1729 മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അസാധാരണമായിട്ടുള്ള ദീർഘവീക്ഷണവും കരുത്തുറ്റ മനസ്ഥൈര്യവും ധീരതയുമുള്ള വ്യക്തിയായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ. അപ്പോൾ അദ്ദേഹം മറ്റു രാജാക്കന്മാരെ തോൽപ്പിക്കുകയും കൊല്ലവും ഇളയിടവും കീഴടക്കുകയും ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും അങ്ങനെ അവരുടെ കേരളത്തിലെ രാഷ്ട്രീയ ശക്തി അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ യൂറോപ്യൻ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പാശ്ചാത്യ രീതിയിൽ ഒരു ശക്തമായ സൈന്യത്തെ അദ്ദേഹം സംഘടിപ്പിക്കുകയും ആധുനിക ആയുധങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോൾ ആധുനിക ആയുധപ്പുരയും അദ്ദേഹം പണിയിച്ചു. വടക്കോട്ടുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ തൻ്റെ പുതിയ സൈന്യത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ താമസിയാതെ തിരുവിതാംകൂറിൻ്റെ പ്രദേശങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് എവിടെ വരെ വ്യാപിച്ചു? കൊച്ചി വരെ വ്യാപിച്ചു. വടക്കോട്ടുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ മാർത്താണ്ഡവർമ്മ തൻ്റെ പുതിയ സൈന്യത്തെ ഉപയോഗിച്ചു. താമസിയാതെ തിരുവിതാംകൂറിൻ്റെ പ്രദേശങ്ങൾ എവിടേക്ക് വ്യാപിച്ചു? കന്യാകുമാരിയിൽ നിന്ന് കൊച്ചി വരെ വ്യാപിച്ചു. അപ്പോൾ അദ്ദേഹം അനേകം ജലസേചന വേലകൾ ഏറ്റെടുത്തു. റോഡുകളും ജലഗതാഗതത്തിനുള്ള കനാലുകളും പണികഴിപ്പിച്ചു. വിദേശ വാണിജ്യത്തിന് സജീവമായ പ്രോത്സാഹനം നൽകി. അപ്പോൾ മാർത്താണ്ഡവർമ്മ നമ്മുടെ ആ ഒരു സമയത്ത് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അനേകം ജന്മിമാരുടെയും രാജാക്കന്മാരുടെയും ഇടയിൽ കേരളത്തിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് കോഴിക്കോട്, മറ്റേത് ചിറക്കൽ, ദെൻ കൊച്ചി, തിരുവിതാംകൂർ. അപ്പോൾ മാർത്താണ്ഡവർമ്മൻ്റെ കീഴിൽ 1729 ശേഷം തിരുവിതാംകൂർ എന്ത് ചെയ്തു? അതിൻ്റെ ഉന്നതിയിലേക്ക് ഉയർന്നു. അപ്പം നല്ല കഴിവുറ്റ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം എന്ത് ചെയ്തു? മറ്റ് രാജാക്കന്മാരെ തോൽപ്പിച്ചു. കൊല്ലവും ഇളയിടവും കീഴടക്കി ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അപ്പം ഇങ്ങനെ അദ്ദേഹത്തിനെതിരെയുള്ള രാഷ്ട്രീയ ശക്തികളെല്ലാം അദ്ദേഹം ഒതുക്കി നിർത്തി. കൊല്ലവും ഇളയിടവും എന്ത് ചെയ്തു? കീഴടക്കി ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം ഒരു പ്രമുഖ ശക്തിയായിട്ട് മാറി. ഇതിന് അദ്ദേഹം ആരുടെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു? യൂറോപ്യന്മാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ അദ്ദേഹം പുതിയ രീതിയിലുള്ള സൈന്യത്തെ സംഘടിപ്പിച്ചു. ആധുനിക രീതിയിലുള്ള ആയുധപ്പുരയും അദ്ദേഹം പണികഴിപ്പിച്ചു. അപ്പോൾ വടക്കോട്ടുള്ള പ്രദേശങ്ങളെ പിടിച്ചെടുക്കാൻ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ പുതിയ സൈന്യത്തെ ഉപയോഗിച്ചു. അതായത് പാശ്ചാത്യ രീതിയിൽ പുതിയതായിട്ട് സംഘടിപ്പിച്ച സൈന്യത്തെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് വടക്കോട്ടുള്ള ആക്രമണം അദ്ദേഹം ശക്തിപ്പെടുത്തി. ഇതോടുകൂടി തിരുവിതാംകൂറിൻ്റെ പ്രദേശങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് കൊച്ചി വരെ വ്യാപിച്ചു. അദ്ദേഹം ജലസേചന വേലകൾ ഏറ്റെടുത്തു. റോഡുകളും ജലഗതാഗതത്തിനുള്ള കനാലുകൾ പണികഴിപ്പിച്ചു. വിദേശ വാണിജ്യത്തിന് നല്ല പ്രോത്സാഹനവും നൽകി. ഇത്തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു. 1763 കേരളത്തിലെ എല്ലാ ചെറിയ രാജ്യങ്ങളെയും കൊച്ചി, തിരുവിതാംകൂർ, കോഴിക്കോട് എന്നീ 3 രാജ്യങ്ങൾ പിടിച്ചെടുത്ത് ലയിപ്പിക്കുകയോ തങ്ങൾക്ക് വിധേയമാക്കുകയോ ചെയ്തു. അപ്പോൾ 1763 ആയപ്പോഴേക്കും കേരളത്തിലെ എല്ലാ കുഞ്ഞു രാജ്യങ്ങളൊക്കെ ഇല്ലാതായി. പകരം തിരുവിതാംകൂർ, കോഴിക്കോട്, കൊച്ചി എന്നിങ്ങനെ 3 രാജ്യത്തിൻ്റെ കീഴിലായിട്ട് മാറി.
അങ്ങനെ 1766 ഹൈദരാലി കേരളത്തിലേക്ക് ആക്രമണം തുടങ്ങുകയും ഒടുവിൽ കോഴിക്കോട്ട് സാമൂതിരിയുടെ പ്രദേശങ്ങൾ ഉൾപ്പെടെ കൊച്ചിയുടെ അതിർത്തി വരെ ഉത്തര കേരളം മുഴുവൻ അദ്ദേഹം പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ 1766 ഹൈദരാലി എവിടേക്ക് ആക്രമണം നടത്തി? കേരളത്തിലേക്ക് ആക്രമണം നടത്തി. ആ സമയത്ത് കോഴിക്കോട്ട് സാമൂതിരിയുടെ പ്രദേശങ്ങൾ ഉൾപ്പെടെ കൊച്ചിയുടെ അതിർത്തി വരെ ഉത്തര കേരളത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ആര് പിടിച്ചെടുത്തു? ഹൈദരാലി പിടിച്ചെടുത്തു. മലയാള സാഹിത്യത്തിൻ്റെ ശ്രദ്ധേയമായ പുനർജീവനത്തിന്, അതായത് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് 18-ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഭാഗികമായിട്ട് ഇതിൻ്റെ കാരണം കേരളത്തിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സാഹിത്യത്തെ പരിപോഷിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്ന തിരുവനന്തപുരത്ത് 18-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ സംസ്കൃത പഠനത്തിനൊരു പ്രധാന കേന്ദ്രമായി മാറി. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്ന തിരുവനന്തപുരം 18-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ സംസ്കൃത പഠനത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറി. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ രാമവർമ്മ ഒരു കവിയും സംഗീതജ്ഞനും അറിയപ്പെടുന്ന നടനും മഹാനായ ഒരു സാംസ്കാരിക പ്രതിഭയും ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ അനായാസം സംസാരിക്കുകയും യൂറോപ്പിലെ സംഭവ വികാസങ്ങളിൽ നല്ല താല്പര്യം കാണിക്കുകയും ലണ്ടൻ, കൽക്കട്ട, മദ്രാസ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ പത്രങ്ങളും മാസികകളും പതിവായി വായിക്കുകയും ചെയ്തു. അപ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ ശ്രദ്ധേയമായ പുനർജീവനം നടന്ന ഒരു കാലഘട്ടമായിരുന്നു ഏത്? 18-ാം നൂറ്റാണ്ട്. ഇതിന് ആ കാലത്തുണ്ടായിരുന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ പ്രോത്സാഹനം നൽകിയതായിരുന്നു ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്നു ഏത്? തിരുവനന്തപുരം. ഇവിടെ 18-ാം നൂറ്റാണ്ട് 2ാം പകുതിയിൽ സംസ്കൃത പഠനത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറി. മാത്രമല്ല മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായിരുന്നു ആര്? രാമവർമ്മ. അപ്പോൾ അദ്ദേഹം ഒരു കവിയും പണ്ഡിതനും സംഗീതജ്ഞനും അറിയപ്പെടുന്ന നടനും മഹാനായ ഒരു സാംസ്കാരിക പ്രതിഭയുമായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഇംഗ്ലീഷ് അനായാസം സംസാരിക്കുകയും യൂറോപ്പിലെ സംഭവ വികാസങ്ങളിൽ നല്ല താല്പര്യം കാണിക്കുകയും ചെയ്തു. ലണ്ടൻ, കൽക്കട്ട, മദ്രാസ് എന്നിവിടങ്ങളിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ പത്രങ്ങളും മാസികകളും അദ്ദേഹം സ്ഥിരമായിട്ട് വായിക്കാനും തുടങ്ങി. ഇനി 18-ാം നൂറ്റാണ്ടിൽ ഡൽഹിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പം രജപുത്ര രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിൽ നിന്ന് തങ്ങളെ തന്നെ വിടുവിക്കാൻ മുഗൾ ശക്തിയുടെ വർദ്ധിച്ചു വന്ന ദൗർബല്യം മുതലെടുക്കുകയും അതേസമയം സാമ്രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മുഗൾ ശക്തി തകരാൻ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു 1707 ശേഷം നമുക്കറിയാം. ഈ സമയത്ത് ഈ ഒരു ദൗർബല്യത്തെ മുതലെടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട രജപുത്ര രാജ്യങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രരായിക്കൊണ്ട് സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരെന്ത് ചെയ്യുന്നു? അവർ സ്വാധീനം വർദ്ധിപ്പിക്കാനും അവരുടേതായ ഒരു ഭരണരീതി കൊണ്ടുവരാനും അവർ ശ്രമിച്ചു. ഫാറസിയാരുടെയും മുഹമ്മദ് ഷായുടെയും ഭരണകാലത്ത് അംബയും മർവാറിലെയും ഭരണാധികാരികൾ പ്രധാന മുഗൾ പ്രവിശ്യകളായ ആഗ്ര, ഗുജറാത്ത്, മാൾവ എന്നിവയുടെ ഗവർണർമാരായിട്ട് നിയമിതരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രജപുത്ര രാജ്യങ്ങൾ മുമ്പത്തെ പോലെ വിഘടിച്ച് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അവയിൽ വലിപ്പമുള്ളവ രജപുത്രരും അല്ലാത്തവരുമായ ദുർബലരായ അയൽക്കാരുടെ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. ദുർബലരായിട്ടുള്ള അയൽക്കാരുടെ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. മിക്ക വലിയ രജപുത്ര രാജ്യങ്ങളും ചെറിയ പിണക്കങ്ങളിലും ആഭ്യന്തര യുദ്ധങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരുന്നു. മുഗൾ രാജസദസ്സിൽ നിന്നിരുന്ന അതേ തരത്തിലുള്ള അഴിമതിയും ഗൂഢാലോചനകളും ചതിപ്രയോഗങ്ങളും ഈ രാജ്യത്തിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും കാണാൻ പറ്റും. ഈ രീതിയിൽ മാർവാറിലെ അജിത് സിംഗ് സ്വന്തം സഹോദരനാൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് രജപുത്ര രാജ്യങ്ങൾ സ്വന്തമായി ശക്തി പ്രാപിക്കാനുള്ള ഒരു ശ്രമം നടന്നു. കാരണം എന്താണ്? അവരുടെ പരമാധികാരിയായി നിലനിന്നിരുന്ന മുഗൾ ശക്തി 1707 ശേഷം തകരാൻ തുടങ്ങി. ഈ സമയത്ത് ഫാറസിയാരുടെയും മുഹമ്മദ് ഷായുടെയും ഭരണകാലത്ത് അംബറിലെയും മർവാറിലെയും ഭരണാധികാരികൾ പ്രധാന മുഗൾ പ്രവിശ്യയായിട്ടുള്ള ആഗ്ര, ഗുജറാത്ത്, മാൾവ എന്നിവയുടെ ഗവർണർ നിയമിതരായിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഈ രജപുത്ര രാജ്യങ്ങൾ എപ്പോഴും വിഘടിച്ചുകൊണ്ട് തന്നെ നിലനിന്നു. അതിൽ ശക്തരായ രാജ്യങ്ങൾ അശക്തരായ രാജ്യങ്ങളെ അവരിലേക്ക് ലയിപ്പിക്കുകയും അങ്ങനെ പ്രമുഖരായുള്ള രാജ്യങ്ങൾ നിരന്തരം യുദ്ധങ്ങളിലും ആഭ്യന്തര സംഘർഷങ്ങളിലും നിലനിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മുഗൾ രാജസദസ്സിൽ ഏതൊക്കെ തരത്തിലുള്ള ചതിപ്രയോഗങ്ങളും ഗൂഢാലോചനകളും ആയിരുന്നു ഉണ്ടായിരുന്നത്, ആ രീതിയിൽ തന്നെ രജപുത്ര രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മാർവാറിലെ അജിത് സിംഗ് സ്വന്തം സഹോദരനാൽ തന്നെ കൊല്ലപ്പെടുന്നത്. 18-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള രജപുത്ര രാജാവ് അംബറിലെ രാജ സവായ് ജയ്സിംഗ് ആയിരുന്നു. അംബറിലെ രാജ സവായ് ജയ്സിംഗ് ആയിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രമുഖനായ രജപുത്ര രാജാവ്. അപ്പോൾ മികച്ച രാജ്യതന്ത്രജ്ഞനും നിയമജ്ഞനും പരിഷ്കർത്താവുമായിരുന്നു ആര്? രാജ സവായ് ജയ്സിംഗ്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിട്ടാണ് തിളങ്ങിയത്. ശാസ്ത്രീയ പുരോഗതിയെക്കുറിച്ച് ഇന്ത്യക്കാർ അജ്ഞരായിരുന്ന കാലത്ത് അദ്ദേഹം ജയ്പൂർ പട്ടണം സ്ഥാപിക്കുകയും ശാസ്ത്രത്തിൻ്റെയും കലയുടെയും മഹത്തായ ആസ്ഥാനമാക്കുകയും ചെയ്തു. ഏത് പ്രദേശത്തെ? ജയ്പൂരിനെ. ആരായിരുന്നു? രാജ സവായ് ജയ്സിംഗ്. തികച്ചും ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ അനുസരിച്ചും ക്രമമായ ഒരു പദ്ധതി പ്രകാരവുമാണ് ജയ്സിംഗ് പണിതിരുന്നത്. അതിന് വിസ്താരമുള്ള പാതകൾ മട്ടക്കോണിലാണ് സന്ധിക്കുന്നത്. അതായത് ഈ പട്ടണത്തിൻ്റെ, ജയ്പൂർ പട്ടണത്തിൻ്റെ വിസ്താരമുള്ള പാതകൾ മട്ടക്കോണിൽ സന്ധിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു നഗരം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ജയ്സിംഗ് മറ്റെന്തിനേക്കാളും ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. കണിശവും മികച്ചതുമായ ഉപകരണങ്ങളുള്ള വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ അദ്ദേഹം ഡൽഹിയിലും ജയ്പൂരിലും വാരണാസിയിലും മധുരയിലും പണികഴിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഇതിനേക്കാളും ആരായിരുന്നു? ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു. അതായത് മികച്ച ഉപകരണങ്ങൾ, വാനനിരീക്ഷണത്തിന് ഉപകരണങ്ങളുള്ള വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ അദ്ദേഹം എവിടെയൊക്കെ പണികഴിപ്പിച്ചു? ഡൽഹിയിൽ, ജയ്പൂരിൽ, ഉജ്ജയിനിയിൽ, വാരണാസിയിൽ, മധുരയിൽ എല്ലാം അദ്ദേഹം പണികഴിപ്പിച്ചു. ഇവയിൽ പല ഉപകരണങ്ങളും അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച ഉപകരണങ്ങളാണ്. അപ്പോൾ കൃത്യതയാൽ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജനങ്ങൾക്ക് ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾ നടത്താൻ സിജ് മുഹമ്മദ് ഷാഹി എന്ന പേരിൽ ഒരു കൂട്ടം പട്ടികകൾ അദ്ദേഹം തയ്യാറാക്കി. ജനങ്ങൾക്ക് ജ്യോതിശാസ്ത്രം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സിജ് മുഹമ്മദ് ഷാഹി എന്ന പേരിൽ ഒരു കൂട്ടം പട്ടികകൾ ആര് തയ്യാറാക്കി? നമ്മുടെ രാജ സവായ് ജയ്സിംഗ് തയ്യാറാക്കി. യൂക്ലിഡിൻ്റെ എലമെൻറ്റ്സ് ഓഫ് ജോമെട്രിയും ത്രികോണ ജ്യാമിതിയിലെ അനേക ഗ്രന്ഥങ്ങളും ലോഗരിതങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും സംബന്ധിച്ച നേപ്പിയറിൻ്റെ കൃതിയും അദ്ദേഹം സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്യിപ്പിച്ചു. അപ്പോൾ യൂക്ലിഡിൻ്റെ എലമെൻറ്റ്സ് ഓഫ് ജോമെട്രിയും ത്രികോണ ജ്യാമിതിയിലെ അനേക ഗ്രന്ഥങ്ങളും ലോഗരിതങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും സംബന്ധിച്ച നേപ്പിയറിൻ്റെ കൃതിയും അദ്ദേഹം സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്യിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഏതെല്ലാം ഗ്രന്ഥങ്ങളെയാണ് സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്യിപ്പിച്ചത്? യൂക്ലിഡിൻ്റെ എലമെൻറ്റ് ഓഫ് ജോമെട്രി, യൂക്ലിഡിൻ്റെ എലമെൻറ്റ്സ് ഓഫ് ജോമെട്രി, ത്രികോണ ജ്യാമിതിയിലെ അനേകം ഗ്രന്ഥങ്ങൾ, ലോഗരിതങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും സംബന്ധിച്ച നേപ്പിയറിൻ്റെ കൃതി. ഇതെല്ലാം ആര്? നമ്മുടെ രാജ സവായ് ജയ്സിംഗ് സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ജയ്സിംഗ് ഒരു സാമൂഹിക പരിഷ്കർത്താവും കൂടിയായിരുന്നു. പുത്രിമാരുടെ വിവാഹത്തിൽ രജപുത്രർക്ക് ചെയ്യേണ്ടിയിരുന്ന വൻ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഒരു നിയമം നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പൈശാചിക സമ്പ്രദായത്തിന് ഇതിടയാക്കിയിരുന്നു. ശ്രദ്ധേയനായ ഈ രാജാവ് 1699 മുതൽ 1743 വരെ 44 വർഷത്തോളം ജയ്പൂരിനെ ഭരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 18-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള രജപുത്ര രാജാവായിരുന്നു ആര്? രാജ സവായ് ജയ്സിംഗ്. അതായത് അംബറിലെ രാജാവായ രാജ സവായ് ജയ്സിംഗ് 1681 മുതൽ 1743 വരെ അദ്ദേഹം ഭരിച്ചു. അദ്ദേഹം നല്ലൊരു ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും നല്ലൊരു പരിഷ്കർത്താവും നല്ലൊരു നിയമതന്ത്രജ്ഞനും ആയിരുന്നു ആര്? നമ്മുടെ രാജ
സവായ് ജയ്സിംഗ്. ജയ്പൂർ പട്ടണം സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഈ പട്ടണം നിർമ്മിച്ചത് അതിൻ്റെ വിസ്താരമുള്ള പാതകൾ മട്ടക്കോണിലാണ് സന്ധിക്കുന്നത്. ഈ രീതിയിലായിരുന്നു. അതുപോലെ അദ്ദേഹം വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ എവിടെയെല്ലാം സ്ഥാപിച്ചു? ഡൽഹി, ജയ്പൂർ, ഉജ്ജയിനി, വാരണാസി, അതുപോലെ തന്നെ മധുര എന്നിവിടങ്ങളിലെല്ലാം സ്ഥാപിച്ചു. ജനങ്ങൾക്ക് വാന നിരീക്ഷണം നടത്താൻ സിജ് മുഹമ്മദ് ഷാഹി എന്ന പേരിൽ ഒരു കൂട്ടം പട്ടികകൾ തയ്യാറാക്കി. അതുപോലെ യൂക്ലിഡിൻ്റെ എലമെൻറ്റ് ഓഫ് ജോമെട്രിയും അതുപോലെ നേപ്പിയറിൻ്റെ കൃതിയും ലോകരിത ഗ്രന്ഥങ്ങളും ജ്യാമിതിയിലെ അനേകം ഗ്രന്ഥങ്ങളും ലോകരിതങ്ങളുടെ നിർമ്മാണവുമൊക്കെ അദ്ദേഹം സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള ഈ ഭരണാധികാരി വിവാഹ ചിലവ് കുറയ്ക്കാൻ, അതായത് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന പൈശാചിക സമ്പ്രദായം നിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം നിയമങ്ങൾ നടപ്പിലാക്കി. 1699 മുതൽ 1743 വരെ 44 വർഷം അദ്ദേഹം ജയ്പൂരിനെ ഭരിച്ചു. ഇനി ആ കാലത്ത് ജാട്ടുകളുടെ അവസ്ഥ നോക്കാം. ജാട്ടുകൾ കർഷക ജാതിയിൽപ്പെട്ട ജാട്ടുകൾ ഡൽഹി, ആഗ്ര, മധുര എന്നിവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത്. 1669 അതിനുശേഷം 1688 ജാട്ട് ജമീന്ദാർമാരുടെ നേതൃത്വത്തിൽ മധുരയുടെ ചുറ്റുമുള്ള ജാട്ട് കർഷകർ കലാപം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. കലാപങ്ങൾ അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഈ പ്രദേശം അസ്വസ്ഥമായി തുടർന്നു. ഔറംഗസേബിൻ്റെ മരണശേഷം ഡൽഹിക്ക് ചുറ്റും അവർ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. ജാട്ട് ലഹള തുടക്കത്തിൽ ജമീന്ദാർമാർ നയിച്ച ഒരു കർഷക കലാപം ആയിരുന്നെങ്കിലും അത് വേഗത്തിൽ കൊള്ള സ്വഭാവമുള്ളതായിട്ട് മാറി. ധനികരും ദരിദ്രരും ജാഗിർ കർഷകരും ഹൈന്ദവരും മുസ്ലിങ്ങളും എല്ലാവരും കൊള്ളയടിക്കപ്പെട്ടു. അവർ ഡൽഹി രാജ്യസദസ്സിലെ ഗൂഢാലോചനകളിൽ സജീവ പങ്കാളികളായി മാറി. തങ്ങളുടെ നേട്ടമനുസരിച്ച് പലപ്പോഴും കൂറുമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബദൻ സിംഗും ഭരത്പൂരിലെ ജാട്ട് രാജ്യം സ്ഥാപിച്ചു. അപ്പോൾ ജാട്ട് രാജ്യം ഭരത്പൂരിൽ സ്ഥാപിച്ചത് ആരാണ്? ചുരാമനും ബദൽ സിംഗും. 1756 മുതൽ 63 വരെ ഭരിച്ച സൂരജ് മാളിൻ്റെ കീഴിൽ ജാട്ട് ശക്തികളുടെ മഹത്വം ഉച്ചസ്ഥായിലായി. അദ്ദേഹം ഏറെ കഴിവുള്ള ഭരണാധികാരിയും സൈനികനും ബുദ്ധിമാനായ രാജ്യതന്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹം തൻ്റെ അധികാരം വളരെ വിസ്തൃതമായ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. കിഴക്ക് ഗംഗയും തെക്ക് ചമ്പലും പടിഞ്ഞാറ് ആഗ്ര, മധുര, മീററ്റ്, അലിഗഡ് എന്നീ ജില്ലകളും കൂടി ഉൾപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യം. മുഗൾ ഭൂനികുതി സമ്പ്രദായം കൈക്കൊണ്ട് ഏറെ നാൾ നീണ്ടു നിൽക്കത്തക്ക വണ്ണം രാജ്യത്തിൻ്റെ അടിത്തറ ശക്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. സമകാലീനായ ഒരു ചരിത്രകാരൻ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്നുണ്ട്: അദ്ദേഹം ഒരു കർഷകൻ്റെ വേഷം ധരിക്കുകയും വ്രജഭാഷ മാത്രം സംസാരിക്കുകയും ചെയ്തിരുന്നെങ്കിലും ജാട്ട് ഗോത്രത്തിൻ്റെ പ്ലാറ്റോ ആയിരുന്നു അദ്ദേഹം. സാമാന്യ ബുദ്ധിയിലും വൈദഗ്ധ്യത്തിലും ഭൂനികുതിയും രാജ്യകാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവിലും അസഫ് ജാ ബഹദൂർ ഒഴികെ ഹിന്ദുസ്ഥാനിലെ മഹാരഥന്മാർക്കിടയിൽ മറ്റൊരു സമശീർഷൻ ഇല്ലായിരുന്നു. 1763 അദ്ദേഹത്തിൻ്റെ മരണശേഷം ജാട്ട് രാജ്യം തകർച്ചയിലാവുകയും ചെറിയ ജമീന്ദാർമാർക്കിടയിൽ മിക്കവരും കൊള്ളയിലൂടെ ജീർണിച്ച ജമീന്ദാർമാരായിരുന്നു, അവർക്കിടയിൽ വിഭജിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ജാട്ടുകളെക്കുറിച്ച് നോക്കാം. ഇതിൽ ജാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ കർഷക ജാതിയിൽപ്പെട്ടവരായിരുന്നു ആര്? ജാട്ടുകൾ. ഇവർ ഡൽഹി, ആഗ്ര, മധുര ഈ പ്രദേശങ്ങൾ കേന്ദ്രമാക്കിയിട്ട് ജീവിച്ചവരായിരുന്നു. ഏതൊക്കെ പ്രദേശം? ഡൽഹി, ആഗ്ര, മധുര. 1669 അതിനുശേഷം 1688 ജാട്ട് ജമീന്ദാർമാരുടെ നേതൃത്വത്തിൽ മധുരയുടെ ചുറ്റുമുള്ള ജാട്ട് കർഷകർ എന്ത് ചെയ്യാൻ തുടങ്ങി? കലാപം നടത്താൻ തുടങ്ങി. ആരുടെ നേതൃത്വത്തിൽ? ജാട്ട് ജമീന്ദാർമാരുടെ നേതൃത്വത്തിൽ മധുരയുടെ ചുറ്റുമുള്ള ജാട്ട് കർഷകർ കലാപം നടത്തി. അപ്പോൾ ഡൽഹി, ആഗ്ര, മധുര എന്നീ പ്രദേശങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ താമസിച്ചവരാണ് ആര്? ജാട്ടുകൾ. അപ്പോൾ 1669 1688 ഇവർ അവിടെയുള്ള
ജമീന്ദാർമാരുടെ നേതൃത്വത്തിൽ കലാപം നടത്തി. അപ്പോൾ ഈ കലാപം അടിച്ചമർത്തി എങ്കിലും അവരെന്തല്ല അടങ്ങി നിൽക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു. അപ്പോൾ ഔറംഗസീബ് മരിച്ചു. അതിന് ശേഷം ഈ അസ്വസ്ഥതകൾ പൊങ്ങി വരാൻ തുടങ്ങി. അപ്പോൾ ജാട്ട് ലഹള എന്ന് പറഞ്ഞാൽ ആദ്യം അതെന്തായിരുന്നു? ഒരു കർഷക കലാപമായിരുന്നു. പക്ഷേ പിന്നീട് അതെന്തായി മാറി? കൊള്ള സ്വഭാവമുള്ളതായിട്ട് മാറി. അങ്ങനെ ധനികരും ദരിദ്രരും ജാഗിർദാർമാരും കർഷകരും ഹൈന്ദവരും മുസ്ലിങ്ങളും എല്ലാവരും കൊള്ളയടിക്കപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവർ ഡൽഹി രാജസദസ്സിലെ ഗൂഢാലോചനകളിലെ സജീവ പങ്കാളികളാവുകയും തങ്ങളുടെ നേട്ടമനുസരിച്ച് പലപ്പോഴും കൂറുമാറുകയും ചെയ്തു. ജാട്ടുകൾ എന്ത് ചെയ്തു? ഡൽഹി രാജസദസ്സിലെ ഗൂഢാലോചനകളിൽ സജീവമായിട്ട് പങ്കെടുത്തു. അപ്പോൾ തങ്ങളുടെ നേട്ടമനുസരിച്ച് പലപ്പോഴും അവർ കൂറുമാറാൻ തുടങ്ങി. ഇതിൽ ചുരാമനും ബദൽ സിംഗും ഭരത്പൂരിലെ ജാട്ട് രാജ്യം സ്ഥാപിച്ചു. അപ്പം ഭരത്പൂരിലെ ജാട്ട് രാജ്യം സ്ഥാപിച്ചവരാണ് ആരൊക്കെ? ചുരാമനും ബദൽ സിംഗും. 1756 മുതൽ 1763 വരെ ഭരിച്ച സൂരജ്മാളിൻ്റെ കീഴിൽ ജാട്ട് ശക്തികളുടെ ശക്തി അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി. 1756 മുതൽ 1763 വരെ ആരാണ് ഭരിച്ചത്? സൂരജ്മാൾ. അപ്പോൾ ഈ കാലത്ത് ജാട്ടുകളുടെ ശക്തി അതിൻ്റെ ടോപ്പിലെത്തി. അപ്പോൾ അദ്ദേഹം ഏറെ കഴിവുള്ള ഒരു ഭരണാധികാരിയും ബുദ്ധിമാനായ രാജതന്ത്രജ്ഞനുമൊക്കെ ആയിരുന്നു. അദ്ദേഹം തൻ്റെ അധികാരം വളരെ വിശദമായ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. തെക്കൻ ഗംഗയും തെക്ക് ചമ്പലും പടിഞ്ഞാറ് ആഗ്ര, മധുര, മീററ്റ്, അലിഗഡ് എന്നീ ജില്ലകളും കൂടി ഉൾപ്പെട്ടതായിരുന്നു ഏത്? അദ്ദേഹത്തിൻ്റെ, അതായത് നമ്മുടെ സൂരജ്മാളിൻ്റെ കീഴിലുള്ള ജാട്ട് രാജ്യം. ആഗ്ര, മധുര, കിഴക്ക് ഗംഗ, തെക്ക് ചമ്പൽ, പടിഞ്ഞാറ് ആഗ്ര, മധുര, മീററ്റ്, അലിഗഡ് ഇത്രയും പ്രദേശങ്ങളെ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കിഴക്ക് ഗംഗ, തെക്ക് ചമ്പൽ, പടിഞ്ഞാറ് ആഗ്ര, മധുര, മീററ്റ്, അലിഗഡ് ആരുടെ കീഴിൽ? സൂരജ്മാളിൻ്റെ കീഴിൽ. അദ്ദേഹത്തിൻ്റെ ഭരണകാലം 1756 മുതൽ 1763 വരെയാണ്. ഇപ്പം മുഗൾ ഭൂനികുതി സമ്പ്രദായം കൈക്കൊണ്ടുകൊണ്ട് ഏറെ നാൾ നീണ്ടു നിൽക്കത്തക്ക വണ്ണം രാജ്യത്തിൻ്റെ അടിത്തറ ശക്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആ കാലഘട്ടത്തിലെ ഒരു ചരിത്രകാരൻ എഴുതുന്നുണ്ട്. എന്താ എഴുതിയത്? അദ്ദേഹം ഒരു കർഷകൻ്റെ വേഷം ധരിക്കുകയും വ്രജഭാഷ സംസാരിക്കുകയും ചെയ്തിരുന്നെങ്കിലും ജാട്ട് ഗോത്രത്തിൻ്റെ പ്ലാറ്റോ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അപ്പം ബുദ്ധിയിലും വൈദഗ്ധ്യത്തിലും ഭൂനികുതിയും രാജ്യകാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിലുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിലും അസഫ് ഷാ ബഹദൂർ ഒഴികെയുള്ള ഹിന്ദുസ്ഥാനിലെ മറ്റ് രാജാക്കന്മാരിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിട്ടുള്ള, അതായത് അദ്ദേഹത്തോട് കിടപിടിക്കാനുള്ള ഒരാൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1763 അദ്ദേഹത്തിൻ്റെ മരണശേഷം ജാട്ട് രാജ്യം തകർന്നു. മാത്രമല്ല ചെറിയ ചെറിയ ജമീന്ദാർമാർ കൊള്ളയിലൂടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അങ്ങനെ ജാട്ട് രാജ്യം വിഭജിക്കപ്പെടാൻ തുടങ്ങി. ഇനി നമുക്ക് ബംഗാഷ് പഠാന്മാരെക്കുറിച്ചും റൊഹേലരെക്കുറിച്ചുമാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.